ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ പാറുവിൻ്റെ വിശ്വജിത്തിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്ത എല്ലായിടവും പരന്നിരിക്കുവാണ്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിനിടയിലും ഒരുപാട് പേര് വേദനിക്കുന്നുണ്ടെങ്കിലും ആ ഒരു വേദനയിലും സന്തോഷം കണ്ടെത്തുന്ന രണ്ട് പേരാണെന്ന് പ്രതാപനും ഇന്ദ്രജിത്തും. ഇനി ഈ ഒരു വിവാഹത്തോടു കൂടി ഈ ഒരു വിവാഹം വെച്ച് തന്നെ പാറുവിനെ മുന്നിൽ നിർത്തി തന്നെ പല്ലവിയെ തന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുവാണ്. ഈ ഒരു കേസിൽ വിജയിക്കാനായിട്ടും ഇന്ദ്രൻ ശ്രമിക്കുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു. ഇനി നടക്കാൻ പോവുകയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പാറുവും വിശ്വജിത്തും തീരുമാനിച്ചു. അപ്പോൾ പാറുവാണ് തീരുമാനിച്ചത് എന്തായാലും വിശ്വയുടെ വീട്ടിൽ പോയി അവരെല്ലാവരും ഇറക്കി വിട്ടു. ഇനി എന്തായാലും തൻ്റെ വീട്ടിലോട്ടൊന്ന് പോകാം. വിശ്വ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇനി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ അനുഗ്രഹം മേടിച്ചില്ല, ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നില്ല എന്നുള്ളൊരു ചോദ്യം വരത്തില്ലല്ലോ. അതുകൊണ്ട് വിശ്വയുടെ വീട്ടിൽ പോയതുപോലെ എൻ്റെ വീട്ടിലോട്ടും പോകാം, അവരെന്തായാലും ഇറക്കി വിടാൻ സാധ്യതയില്ല, പോയി സംസാരിക്കാം എന്നൊക്കെ പാറു വിശ്വജിത്തിനോട് പറഞ്ഞു. അപ്പോൾ വിശ്വ പറഞ്ഞു, വേണോ, എൻ്റെ വീട്ടുകാരെക്കാൾ ഏറ്റവും കൂടുതൽ ദേഷ്യവും വാശിയും ഉള്ളത് നിൻ്റെ വീട്ടുകാർക്കാണ്, പിന്നെ പോണോ, അവർക്കൊട്ടും എന്നെ ഇഷ്ടമില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പാറുവിൻ്റെ നിർബന്ധവും കൊണ്ട് തന്നെ വിശ്വ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പാറുവും വിശ്വജിത്തും കൂടി അങ്ങോട്ടേക്ക് പോകുവാണ്. ഇതുവരെയും ശോഭ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, മാഷ് മാത്രമാണ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്. അപ്പോൾ ശോഭ പാറുവിന് കൊണ്ടുപോകാനായിട്ടുള്ള അരിപ്പൊടിയും പിന്നെ പയർപ്പൊടിയും അങ്ങനെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പല്ലവി നീ എന്നെ ഒന്ന് സഹായിക്കുക, ഈ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊള്ളത്തില്ല, അപ്പം നീ എന്നെ ഒന്ന് സഹായിക്കുക, ഇതൊക്കെ പാക്ക് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശോഭ ധൃതി കൂട്ടുവാണ്. ഇതൊക്കെ കണ്ടപ്പോൾ പല്ലവി തിരിച്ച് അമ്മയോട് സത്യങ്ങൾ തുറന്നു പറയാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ അമ്മ കുറേ നേരത്തേക്കെങ്കിലും കോമാളിയായിട്ട് ഇങ്ങനെ അഭിനയിക്കേണ്ടി വരത്തില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പല്ലവി സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് തീരുമാനിച്ചു. പല്ലവി പറഞ്ഞു, അമ്മ ഇനി ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് കാര്യമില്ല, അതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ശോഭ പറയുവാണ്, അതാര് പറഞ്ഞു, രഘു എന്നോട് പറഞ്ഞല്ലോ സാധനങ്ങൾ എത്ര വേണമെങ്കിലും പാക്ക് ചെയ്തോ ചേച്ചി, കൊണ്ടുപോകാനായിട്ട് പറ്റുമെന്ന് രഘു എന്നോട് പറഞ്ഞല്ലോ, പിന്നെ നിനക്കും എന്താ പ്രശ്നമെന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ അമ്മേ ഇനി എന്തായാലും അതൊന്നും സാധിക്കത്തില്ല, പാറു ഇനി എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് കാര്യം ചോദിച്ചുകൊണ്ട് ശോഭ സംസാരിക്കുമ്പോഴാണ് മാഷ് പറഞ്ഞത്, ഇത്രയും നാളും പാർവതി മുകുന്ദൻ എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി മുതൽ പാർവതി വിശ്വജിത്ത് എന്നായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ ശോഭയ്ക്ക് അത് താങ്ങാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും എന്നെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, നിങ്ങളെല്ലാവരും എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, എന്നെ കബളിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ശോഭ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു. ഇതെല്ലാം എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ലേ, അവൾ ഒരിക്കലും ഈ വിശ്വജിത്ത് എന്നുള്ള പേര് അവളുടെ പേരിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വിവാഹം കഴിയണം, അവരുടെ വിവാഹം നടന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ശോഭ ഒരുപാട് ദേഷ്യപ്പെട്ടു. എന്നാൽ ശോഭയെ നീ പറയുന്നത് കേൾക്ക്, അവരുടെ വിവാഹം കഴിഞ്ഞു. സേതു പറയുവാണ്, ഇന്ന് രാവിലെ വിശ്വജിത്തിൻ്റെയും പാറുവിൻ്റെയും വിവാഹം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കഴിഞ്ഞുവെന്നും ഇപ്പോൾ പാറു വിശ്വജിത്തിന് ഭാര്യയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ശോഭയ്ക്ക് അത് താങ്ങിയില്ല. ശോഭ ഒരുപാട് നെഞ്ചിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഞങ്ങളോട് അവൾ ഇങ്ങനൊരു ചതി ചെയ്തല്ലോ, അവളെ എത്രത്തോളം സ്നേഹിച്ചതാണ്, അവളെ എത്രത്തോളം ഞങ്ങൾ കൂടെ ചേർത്ത് പിടിച്ചതാണ്, പക്ഷേ അവൾ ഞങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ശോഭയും മാഷും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പാറു അവിടേക്ക് കടന്നു വരുന്നത്. പാറു വന്ന ഉടനെ തന്നെ ശോഭ പാറുവിനെ കണ്ടപ്പോൾ തന്നെ ദേഷ്യപ്പെട്ടു. അപ്പോൾ പാറു അമ്മയെന്ന് വിളിച്ച് വരുന്നതിന് മുന്നേ തന്നെ ശോഭ ദേഷ്യത്തോടു കൂടി കയറിപ്പോകരുത് വീടിനുള്ളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് നീ എന്ത് ധൈര്യത്തോടു കൂടിയാണ് നീ ഇങ്ങോട്ട് കയറി വരുന്നത്, നിനക്ക് എന്താണ്, ഞങ്ങൾ എത്രത്തോളം സ്നേഹിച്ചതാണ്, എത്രത്തോളം വിശ്വസിച്ചതാണ്, നിന്നെ ഞങ്ങൾ ചേർത്ത് പിടിച്ചതല്ലേ, പക്ഷേ നീ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു പാറു, ഇത് ഭയങ്കര മോശമായിപ്പോയി, നീ വലിയൊരു തെറ്റാണ് ഞങ്ങളോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുവാണ്. ഇതൊക്കെ കേട്ടപ്പോൾ പാറു ഞങ്ങൾ അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം, അമ്മയോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ സമ്മതിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശോഭ പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങൾ നിന്നെ അത്രത്തോളം വിശ്വസിച്ചതാണ്, അത്രത്തോളം സ്നേഹിച്ചതാണ്, എന്നിട്ട് നീ ഞങ്ങളുടെ അരികിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചതും നീ ഓരോ കാര്യങ്ങൾ ചെയ്തതും ഈ ഒരു വിവാഹം മുൻകൂട്ടി തന്നെയാണല്ലേ, ഈ വിവാഹം നീ മുന്നിൽ നിർത്തി തന്നെയാണല്ലേ നീ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്, നിനക്ക് ഒന്ന് ഞങ്ങളോട് പറയാമായിരുന്നു, നിൻ്റെ മനസ്സ് നീ എന്ത് ദുഷ്ടത്തരമാണ് ചെയ്തു കൂട്ടിയത് പാറു, നിന്നെ ഞങ്ങൾ അത്രത്തോളം സ്നേഹിച്ചതല്ലേ, പക്ഷേ നീ ഞങ്ങളെ കബളിപ്പിക്കുമായിരുന്നല്ലേ എന്ന് പാറുവിൻ്റെ മുഖത്ത് നോക്കി ശോഭ ചോദിച്ചു.
എന്നിട്ട് വിശ്വജിത്തിനോടും പറഞ്ഞു, നിന്റെ ചേട്ടൻ ഇവിടെ പല്ലവിയുടെ അവളുടെ ആ ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചതാണ്. നിന്റെ ചേട്ടൻ കാരണമാണ് പല്ലവി ഇത്രയും അനുഭവിച്ചത്. ഇപ്പോൾ അവൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തി നിൽക്കുന്നത്. ഇനിയും നീ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ച് വിശ്വജിത്തിനോടും ശോഭ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അങ്ങനെ വലിയൊരു പ്രശ്നം തന്നെ അവിടെ ഉണ്ടായി. അവസാനം ശോഭ പറഞ്ഞു, ഇനി എൻ്റെ വായിൽ നിന്നും നിനക്ക് അനുഗ്രഹം കിട്ടത്തില്ല, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കത്തില്ല, നീ ഇനി മുതൽ ഈ വീട്ടിൽ കയറാൻ പാടില്ല, ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും പടി ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞ് നല്ല പെരുമഴയായിരുന്നു. പെരുമഴയത്ത് തന്നെ പാറുവിനെയും വിശ്വജിത്തിനെയും ശോഭ അവിടെ നിന്ന് ഇറക്കി വിട്ടു. മഴ നനഞ്ഞുകൊണ്ട് തന്നെ അവർ ആ പടി ഇറങ്ങി പോകുവാണ്. പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോഴും അവിടെ രാജലക്ഷ്മി ഭയങ്കര സങ്കടത്തിൽ നിൽക്കുമ്പോൾ ഇന്ദ്രജിത്ത് വന്നു. എന്നിട്ട് രാജലക്ഷ്മിയോട് സംസാരിക്കാനായിട്ട് പോകുമ്പോഴാണ് പാറും വിശ്വജിത്തും ഇങ്ങോട്ടേക്ക് വന്ന കാര്യവും അവരുടെ വിവാഹം നടന്ന കാര്യവും കൂടി ഇന്ദ്രനോട് പറയുന്നത്. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, എനിക്കിത് അറിയാമായിരുന്നു, അവരുടെ വിവാഹം നടന്നത് എന്തുകൊണ്ടും നല്ല കാര്യമല്ലേ, അവരുടെ വിവാഹം നടന്നതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും എൻ്റെയും പല്ലവിയുടെയും കേസ് വിജയിക്കാൻ പോകുന്നില്ല. വിശ്വജിത്ത് മൊഴി പറഞ്ഞതുകൊണ്ട് കേസ് വിജയിക്കാൻ പോകുന്നില്ല. പക്ഷേ പല്ലവി വിചാരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പാറുവിൻ്റെയും വിശ്വജിത്തിൻ്റെയും വിവാഹം കഴിഞ്ഞതുകൊണ്ട് തന്നെ പല്ലവിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അമ്മയുടെ ആഗ്രഹം പല്ലവി ഇവിടെ ഒരു വേലക്കാരി ആക്കണമെന്നല്ലേ, അത് എന്തായാലും നടക്കും. പല്ലവി ഇവിടുത്തെ വേലക്കാരി ആകും. അമ്മയുടെ ആഗ്രഹപ്രകാരം എല്ലാം നടക്കും. അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടിയിട്ട് അവരെ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും രാജലക്ഷ്മി അതിനൊന്നും കൂട്ടാക്കിയില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് സമ്മതിക്കത്തില്ല, ഇനി ഒരു കാരണവശാലും അവർ ഈ വീട്ടിലോട്ട് കയറാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞു. നീ അന്ന് ആ ഒരു മാലയുടെ ബില്ല് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നീ പറഞ്ഞു നിനക്ക് വേണ്ടിയിട്ട് നീ വാങ്ങിച്ചതാണെന്ന്. പക്ഷേ അതെല്ലാം നീ അറിഞ്ഞു വെച്ചിട്ട് നീ കള്ളം പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരുപക്ഷെ വിവാഹത്തിന് സമ്മതിക്കത്തില്ല. അമ്മ വലിയൊരു പ്രശ്നങ്ങളുണ്ടാക്കും. അതിൽ നിന്ന് ചിലപ്പോൾ അവർ വിവാഹത്തിൽ നിന്ന് തന്നെ പിന്മാറാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സത്യങ്ങൾ പറയാതിരുന്നത്. അമ്മ എനിക്ക് വേണ്ടിയിട്ട് അവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് പല്ലവിയോട് പ്രതികാരം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഇന്ദ്രൻ പറഞ്ഞെങ്കിലും അത് കേൾക്കാനോ സമ്മതിച്ചു കൊടുക്കാനായിട്ടോ രാജലക്ഷ്മി തയ്യാറായിരുന്നില്ല. അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊന്നുമടത്തിൽ ആരും തന്നെ ഈ സത്യങ്ങൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇതിനിടയിൽ പ്രതാപൻ ഋതുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഋതു അത് നേരെ സ്വാതിയെ വിളിച്ച് പറയുകയും എന്നിട്ട് സ്വാതി പൂർണിമയോടും അച്ചുവിനോടും എല്ലാവരോടും ഈ സത്യങ്ങൾ പറഞ്ഞു. പാറുവിൻ്റെയും വിശ്വജിത്തിൻ്റെ വിവാഹം നടന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പൂർണിമ പറഞ്ഞ കാര്യം, പാറുവിനെ ഒന്ന് ചിന്തിച്ചൂടായിരുന്നോ, ഈ ഒരു വിവാഹം കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ അത് ബാധിക്കാൻ പോകുന്നത് പല്ലവിയെ തന്നെയായിരിക്കും, പല്ലവിയുടെ ജീവിതമായിരിക്കും തകരാൻ പോകുന്നതെന്നൊക്കെ പൂർണിമ പറയുവാണ്. ആ സമയത്ത് അച്ചു ഹരിയോട് സംസാരിക്കുമ്പോഴും ഹരിയും ഇത് തന്നെയാണ് പറഞ്ഞത്. പാറു ഇപ്പോൾ ഈ വിശ്വജിത്തിനെ വിവാഹം കഴിച്ചതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് പല്ലവിയെയാണ്. പല്ലവി ചേച്ചി മാത്രമല്ല സേതുവേട്ടൻ്റെ സ്വപ്നങ്ങളെയുമാണ് തകരാൻ പോകുന്നത്. പാറുവിൻ്റെയും വിശ്വജിത്തിൻ്റെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഇന്ദ്രൻ ഉറപ്പായിട്ടും പല്ലവിയുടെ ജീവിതം തകർക്കാനായിട്ട് ശ്രമിക്കും. പല്ലവി ചേച്ചിയെ ഈ ഒരു കേസിൽ നിന്ന് പിന്മാറാനായിട്ടും ഇന്ദ്രൻ്റെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാനായിട്ടും ശ്രമിക്കും. എന്നാൽ തൻ്റെ അനിയത്തിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല്ലവി ചേച്ചി അതെല്ലാം അനുസരിച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ സേതുവേട്ടൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് തകരാൻ പോകുന്നത് എന്നൊക്കെ പറയുകയും ഇനി എന്തായാലും ഇതിലൊരു അന്ത്യം ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ ഹരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ വെച്ച് കഥ അവസാനിക്കുമ്പോഴും ഹരി പറഞ്ഞ കാര്യം ശരിയല്ലേ, ഇന്ദ്രൻ പാറുവിൻ്റെയും വിശ്വജിത്തിൻ്റെ വിവാഹമാണെന്ന് അറിഞ്ഞിട്ട് പോലും അത് ആരോടും പറയാതിരുന്നത് ഈ വിവാഹം മുടങ്ങാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഇന്ദ്രന് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ മുന്നിൽ കണ്ട് തന്നെയാണ് ഇന്ദ്രൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. തൻ്റെ അനിയത്തിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ പറയുന്നത് പോലെ പല്ലവി കേൾക്കുമോ? അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അവിടെ സേതു ആയിരിക്കും തകരാൻ പോകുന്നത്. സേതുവും പല്ലവിയും തമ്മിലുള്ള വിവാഹം മുടങ്ങുമോ? അവർ തമ്മിലുള്ള ബന്ധം അറ്റുപോകുമോ? ഇനി എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.